ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവ്ജിയുടെ വീട്ടിലേക്ക് കൺമണി എത്തുന്നുണ്ട്. കൂടെ തന്നെ കൃപയുമുണ്ട്. അങ്ങനെ കൺമണിയും കൃപയും കൃഷും ദേവ്ജിയും കൂടി സാഗറിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ദേവ്ജി അപ്പൊ പറയുന്നുണ്ട്, സാഗറിനെ എല്ലാവർക്കും ചതിക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ അയാളെ ഒരിക്കലും ആർക്കും തന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം അയാൾ അത്രയ്ക്കും കരുത്തുള്ള മനുഷ്യനാണെന്നൊക്കെ ദേവ്ജി അങ്ങനെ പറയാണ്. പിന്നീട് കൺമണിയും കൃപയും കൂടി പുറത്തേക്ക് പോവാനായി നിൽക്കുകയാണ്. കൃഷ്ണനോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങാൻ നേരം കൃപ അങ്ങനെ ഒരു ബാഗിൽ കൃഷ്ണനെന്തോ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് കൃഷ്ണ അങ്ങനെ കൃപയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് സാഗറാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ മനസ്സ് തകർന്ന് ഇപ്പോ ഓഫീസിലേക്ക് പോലും പോവാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പിന്നീട് അങ്ങനെ വഴിയിൽ വെച്ച് കൃപയെയും കൺമണിയെയും മാനസ കണ്ടുമുട്ടുന്നുണ്ട്. രഹസ്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ കൺമണി അങ്ങനെ മാനസയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്നുണ്ടെങ്കിലും മാനസയോട് കയർത്ത് സംസാരിക്കുകയാണ് കൃപ. എന്നാൽ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാനസ അങ്ങനെ ഒരു താക്കീത് കൊടുക്കുകയാണ് കൃപയ്ക്ക്. കൃപ അങ്ങനെ മാനസയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെ ചതിച്ചു വീഴ്ത്തിയാൽ ഞങ്ങളൊക്കെ ക്ഷമിക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അതൊരിക്കലും നടക്കില്ല. ഇതിനെല്ലാം തിരിച്ചടി നിനക്ക് തന്നിരിക്കും എന്നങ്ങനെ കൃപ വാശിയോട് മാനസയോട് പറയാണ്. മാനസ അപ്പൊ തിരിച്ചു പറയുന്നുണ്ട്, നീ ഇതുപോലെ കൃപ നമ്മൾ നേരിൽ കാണുന്ന സമയത്ത് നീ ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് നേരിട്ട് സംസാരിക്കരുത്, അത് നീ ഓർത്തോ എന്ന് മാനസ അങ്ങനെ പറയാണ്. എന്നാൽ വീണ്ടും തിരിച്ച് കൃപ മാനസയോട് വഴക്കുണ്ടാക്കാൻ പോവുകയാണ്. എന്നാൽ കൺമണിയെ എല്ലാം മനസ്സിൽ വെച്ച് മാനസയിൽ നിന്നും കൃപയെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. കൃപ പോവാൻ തയ്യാറാവുന്നില്ലെങ്കിലും നീ എന്നെ എന്തു ചെയ്യുമെടി എന്നൊക്കെ അങ്ങനെ കൃപ ചോദിക്കുന്നുണ്ട്. എന്നാൽ കൺമണിയാണെങ്കിൽ കൃപയെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് ശാന്തമായും സുലോചനമായും വിനയമാഷിനെ കാണുന്നുണ്ട്. വിനയമാഷിനോട് പറയുന്നുണ്ട്, നിന്നെ ഞങ്ങളൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, കുറെ ദിവസമായി നിന്നെ ഓങ്ങി വെച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും ചതിച്ച വിനയമാഷിനെ തലങ്ങും വിലങ്ങും അമ്മായിമാരെ പിടിച്ച് അടിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്.